അല്ലു അർജുനെതിരെയും കേസ് വരുമെന്നുള്ളതാണ്. പ്രീമിയറിനിടെ നടന്ന ദുരന്തത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുക്കും. സെക്യൂരിറ്റി ടീമിനും സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. സാവിത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സാവിത്രി, അപ്പോൾ ഈ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് പോലീസ് എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ തമിഴ് സിനിമയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം, പുഷ്പ 1 വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഫിലിമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുഷ്പ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പുഷ്പ 2 റിലീസിനിടയിൽ ഹൈദരാബാദിൽ അല്ലു അർജുൻ വരികയും തിയേറ്ററിലേക്ക് വരികയും പെട്ടെന്ന് വരികയും മുന്നറിയിപ്പുകളില്ലാതെ വരുന്നതിൻ്റെ പേരിൽ ആ തിയേറ്ററിലുണ്ടായ കോലാഹലങ്ങളും ക്രൗഡിലും പെട്ട് പോലീസ് ലാത്തി വീശുകയും അടിപിടിയും ആൾക്കാർ ഓടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ഒരു സ്ത്രീയുടെ ജീവന് ഹാനി സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ പുതിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ സിനിമയുടെ പേരിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. ഹൈദരാബാദിലെ സാന്ധ്യ തിയേറ്ററിലാണ് അപകടം. ദിൽസുഖ്നർ സ്വദേശി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും 2 മക്കൾക്കും പരിക്കേറ്റു. അല്ലു അർജുൻ പങ്കെടുത്ത പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു സംഭവം. പുലർച്ചെ 4-ന് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ആദ്യ ഷോയ്ക്ക് ഫാൻസിന്റെ തിരക്കാണ്. പണ്ടൊക്കെ ഈ തിയേറ്ററുകളിലൊക്കെ വെളുപ്പിനെയൊക്കെ ഈ ഫിലിം റിലീസ് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നു തുടങ്ങി. അതിന് മുമ്പ് ഈ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ വെളുപ്പിനെയൊന്നും തിയേറ്ററുകൾ ചെന്നൈയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രജനീകാന്ത് പടങ്ങൾ, കമലഹാസൻ പടങ്ങളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കുമൊക്കെ 12 മണി തൊട്ട് ടിക്കറ്റ് വിൽപ്പന കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അടുത്ത സമയങ്ങളിലായിട്ട് ഈ ഒരു ട്രെൻഡ് കേരളത്തിലേക്കും വളർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ് പടങ്ങളുടെ റിലീസ് വരുമ്പം ഇപ്പം മോഹൻലാൽ പടത്തിനും മമ്മൂട്ടി പടത്തിനും ഒക്കെ ആ ഒരു കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ തമിഴ് പടത്തിന് പ്രത്യേകിച്ചൊരു പ്രാധാന്യമുണ്ട് ഇവിടെ കേരളത്തിൽ. കൂടുതലും നമ്മുടെ എല്ലാ മേഖലകളിലും തമിഴരും ഇന്ന് അന്യസംസ്ഥാന ആൾക്കാരും ഉണ്ട്. പക്ഷേ തമിഴ് സിനിമയ്ക്ക് കേരളത്തിൽ വളരെ വലിയൊരു മാർക്കറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെളുപ്പിൻ്റെ റിലീസ് കേരളത്തിലുമുണ്ട്. തിരക്കായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നതൊരു സിനിമയുടെ റിലീസ് ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കടക്കുക എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം ഞാൻ ഹരിയിലേക്ക് എത്താം. ഇത് ആ തിരക്കിൽപ്പെട്ടിട്ട് ഒരു കുടുംബമായിരുന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളും ഉണ്ടെന്ന് പറയുന്നു. അതിൽ മകൻ്റെ അവസ്ഥയും വളരെ ഗുരുതരമാണെന്ന് പറയുന്നു. എന്നാൽ ഈ സ്ത്രീക്ക് അവിടുന്ന് ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അവർ പോലീസുകാർ കൊണ്ടുവന്ന് CPR ഒക്കെ കൊടുക്കുകയും രക്ഷപ്പെടുത്തുവാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ അവരുടെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പോലീസ് അവിടെ വളരെ വലിയ രീതിയിലൊന്നും ഈ അല്ലു അർജുൻ വരുമെന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് ആ തിയേറ്ററിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഫാൻസുകാരെ നിയന്ത്രിക്കാനും മറ്റുമുള്ള പോലീസുകാരും അതോടൊപ്പം തന്നെ അല്ലു അർജുൻ്റെ കൂടെ വന്ന സെക്യൂരിറ്റികളും ഇതെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു കലിബിലാകുകയും നിയന്ത്രണം പെട്ടെന്ന് കൈവിട്ടു പോവുകയും ചെയ്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. അതായത് അടുത്ത ദിവസം 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ഒരു പ്രീമിയർ ഷോ അണിയറ പ്രവർത്തകർ സംഘടിപ്പിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് തിയേറ്ററിൽ അല്ലു അർജുനും സംവിധായകനായ സുകുമാറും പങ്കെടുക്കുമെന്നുള്ള വിവരം അറിയുന്നത്. അതിനു മുമ്പ് വരെ അരമണിക്കൂർ, ഏകദേശം 3/4 മണിക്കൂർ വരെ ആ തിയേറ്ററിൽ അത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു ആർട്ടിസ്റ്റ്, ഒരു സെലിബ്രിറ്റിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇത് ആൾക്കാർ അത്ര ആവശ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, തമിഴ് സിനിമയ്ക്ക് വേണ്ടി പണ്ട് നമുക്കറിയാവുന്നതാണ്, പിന്നെ പാലഭിഷേകം വരെ ചെയ്ത നാടുകളാണ് നമ്മുടെ മലയാളത്തിൽ പോലും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്തിന്? പക്ഷെ അത്രയും കടുത്ത ആരാധന അങ്ങോട്ട് മൂത്തിട്ട് അവർ എന്താ പ്രവർത്തിക്കുന്നതിൽ വരത്തില്ല. ഇപ്പോൾ ഈ അല്ലു അർജുൻ വരുന്നതിൻ്റെ
അവിടെ ലീഗലി അവിടെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് തിയേറ്ററുകാർക്കും അവർക്കും കുറച്ച് ആൾക്കാർക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ സെക്യൂരിറ്റി അവിടെ പാളിപ്പോയി എന്നുള്ളതാണ്. വിവരം വന്നതിന് ശേഷം തിരക്ക് അനിയന്ത്രിതമായി മാറുകയും പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ടുള്ള ജനത്തിരക്ക് തന്നെയാണ് സന്ധ്യ തിയേറ്ററിൽ പിന്നീട് സംഭവിച്ച കാഴ്ചകൾ. ആ ഒരു തിരക്കിൽപ്പെട്ട എന്തിന് ഈ ഒരു തിയേറ്ററിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ തിയേറ്ററിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല, തിയേറ്ററിൽ പന്തവും അതിൻ്റെ കത്തിക്കുക, ഈ ആവേശം കൊണ്ടിട്ട് ആൾക്കാർക്ക് എന്താ പറയുന്നത്, വിവരം കൂടിയതുകൊണ്ടാണോ കുറഞ്ഞതുകൊണ്ടാണോ അറിയത്തില്ല, തിയേറ്ററിനുള്ളിൽ തീപ്പന്തം കത്തിക്കുക, തീ ആളി കത്തിക്കുക, ഇതൊക്കെ എത്ര വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ആരാധന മൂത്തിട്ട് ആ ഒരു കാര്യം വരെ കഴിഞ്ഞ ദിവസം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് അല്ലു അർജുനെതിരെയും കേസ് വരുമെന്നുള്ളതാണ്. പ്രീമിയറിനിടെ നടന്ന ദുരന്തത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുക്കും സെക്യൂരിറ്റി ടീമിനും സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. സാവിത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സാവിത്രി, അപ്പോൾ ഈ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് പോലീസ് എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? ശീതൾ, ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP പറയുന്നത് അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. അതായത് അല്ലു അർജുൻ ഇവിടെ തിയേറ്ററിൽ പ്രീമിയർ കാണാൻ എത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നു. എന്നാൽ ഈ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണ്. അതെന്തായാലും ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഒക്കെ എൻ്റെ പ്രീമിയർ ഇത് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഉടമകൾക്ക് എന്തായാലും അറിവുണ്ടായിരിക്കും. പക്ഷെ അത് പോലീസിനെയൊക്കെ അവസാന നിമിഷം അറിയിച്ചു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നൊക്കെ വരുന്നതിന് ചിലപ്പോൾ ലിമിറ്റേഷൻ കാണും. അതായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പോലീസിനെ കൃത്യമായി അറിയിക്കാതിരുന്നതും പിന്നെ ഇവരുടെ സെക്യൂരിറ്റി ആൾക്കാരുമായി ഉണ്ടായ തർക്കങ്ങളും പോലീസിൻ്റെ കൈവിട്ട ഒരു കളിയായിപ്പോയി അവിടെ. കാര്യം ആവശ്യത്തിന് പോലീസുകാർ ഇല്ലായിരുന്നു എന്ന് വേണം നമ്മളവിടെ കരുതുവാൻ. മാത്രമല്ല, ഈ സെക്യൂരിറ്റി ടീം രാത്രി 9:30 കൂടിയാണ് അല്ലു അർജുനും കുടുംബവും ഇവിടേക്ക് എത്തുന്നത്. തുറന്ന ജീപ്പിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ അല്ലു അർജുൻ ഈ തിയേറ്റർ കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അല്ലു അർജുനെ പുറത്ത് കണ്ട ഒരു സാഹചര്യത്തിൽ ആ ആവേശത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു, വലിയ രീതിയിൽ ഓടിക്കൂടുകയായിരുന്നു. അപ്പോൾ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം അവിടെ വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാക്കി, ആളുകളെ മർദ്ദിച്ചു. ഇതാണ് വലിയ രീതിയിൽ പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് പോലീസ്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലും കണ്ടത്. കാര്യം ഈ സെക്യൂരിറ്റി ടീമെന്ന് പറയുന്നത് അവർ തന്നെ നിയമം കയ്യിലെടുക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അവർ തന്നെ ഈ ആൾക്കാരെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഉണ്ടായ അവരുടെ അങ്ങനൊരു പ്രവൃത്തിയും പ്രത്യേകിച്ച് പിന്നെ പോലീസിൻ്റെ അവിടെയുള്ള കുറവും ഇത് രണ്ടും കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സാഹചര്യം കൈവിട്ടു പോയി. ഒരു ജീവൻ ഇപ്പോൾ പോയിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ജീവനാണ് പോയിരിക്കുന്നത്. അവരുടെ മകൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കാഷ്വാലിറ്റികളും കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.